ഹലോ ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റോസാപ്പൂ വെച്ചിട്ടുള്ള ജാമാണ് നമ്മളും തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഇതുപോലെയുള്ള നാടൻ റോസാപ്പൂക്കൾ. അപ്പോൾ ഈ റോസാപ്പൂ ഉപയോഗിച്ച് ഈസി ആയിട്ട് എങ്ങനെ റോസാപ്പൂവിൻ്റെ ജാം തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ റോസാപ്പൂവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. രക്തം ശുദ്ധീകരിക്കുന്നതിനും മുടിക്കൊഴിച്ചിൽ, അതുപോലെ ഉദരരോഗങ്ങൾക്ക്, ആരോഗ്യത്തിനും, അസിഡിറ്റി, നീർക്കെട്ട് എന്നിവയ്ക്കും, അതുപോലെ മാനസിക പിരിമുറുക്കം ഉള്ളവർക്കും ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും റോസാപ്പൂ വെച്ചുള്ള റെസിപ്പികൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ നാടൻ റോസാപ്പൂ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു തോരത്തിൽ 5-6 മിനിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി ഉണങ്ങി കിട്ടുന്നതായിരിക്കും. നല്ലപോലെ ഡ്രൈ ആയ റോസാപ്പൂ മിക്സിയുടെ ജാറിൽ 1 മിനിറ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് വയ്ക്കുക. റോസാപ്പൂവിൻ്റെ അത്രയും തന്നെ പഞ്ചസാര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അത്രയും തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര നല്ലപോലെ മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ റോസാപ്പൂ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഒരു ചെറുനാരങ്ങ നേർപകുതി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ലൈനൊക്കെ വറ്റി ഒന്ന് ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് ആറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തണുത്ത് ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു സെറ്റാകുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ചില്ല് കുപ്പിയിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. ഞാൻ എന്താ മറ്റൊരു പാത്രത്തിലോട്ട് പകർത്തി കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് റോസ് പെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ജാം. ആരോഗ്യത്തിനും മാനസിക പിരിമുറുക്കത്തിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ റോസാപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ജാം. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് പുരട്ടി ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ വീണ്ടും വരും. ഓക്കെ, ബൈ, താങ്ക് യു.